44 വർഷത്തിനു ശേഷമാണ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നേർക്കുനേർ പോരാടുന്നത്. 1980-ലായിരുന്നു മൂവാറ്റുപുഴയിൽ ആ മുഖാമുഖ പോരാട്ടം. സിറ്റിംഗ് എം പി ജോർജ് ജെ മാത്യുവിനെ കേരള കോൺഗ്രസ് മാണി വിഭാഗവും ജോർജ് ജോസഫ് മുണ്ടയ്ക്കലിനെ ജോസഫ് വിഭാഗവും രംഗത്തിറക്കിയായിരുന്നു പോരാട്ടം. ജോർജ് ജെ മാത്യു കുതിര ചിഹ്നത്തിലും ജോർജ് ജോസഫ് ആന ചിഹ്നത്തിലുമായിരുന്നു മത്സരിച്ചത്. പൊരിഞ്ഞ പോരാട്ടത്തിൽ ജോസഫ് വിഭാഗത്തിന്റെ ജോർജ് ജോസഫാണ് വിജയിച്ചത്. 1977-ലും കേരള കോൺഗ്രസുകാർ നേർക്കുനേർ പോരാടി. അന്ന് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി ജോർജ് ജെ മാത്യു ആയിരുന്നു. എതിരാളി കേരള കോൺഗ്രസ് പിള്ള വിഭാഗം സ്ഥാനാർത്ഥി KM ജോസഫുമായിരുന്നു. ജോർജ് കെ മാത്യുവിനായിരുന്നു അന്ന് വിജയം. കേരള കോൺഗ്രസുകാർ ഏറ്റുമുട്ടിയപ്പോഴെല്ലാം കോൺഗ്രസ് പക്ഷത്തു നിന്ന കേരള കോൺഗ്രസുകാർക്കായിരുന്നു എപ്പോഴും വിജയം. കോട്ടയത്തെ NDA സ്ഥാനാർത്ഥി UDF LDF മുന്നണികളുടെ വിജയത്തെ സ്വാധീനിക്കും എന്ന വിലയിരുത്തലും ഉണ്ട്. കഴിഞ്ഞ തവണ NDA മുന്നണിയിലെ PC തോമസ് ആയിരുന്നു കോട്ടയത്ത് സ്ഥാനാർത്ഥി. PC തോമസ് നിലവിൽ UDFിലെ കേരള കോൺഗ്രസിലാണ്. കോട്ടയം സീറ്റ് BDJSന് നൽകുമെന്നാണ് സൂചന. അങ്ങനെയാണെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി NDAയുടെ സ്ഥാനാർത്ഥിയായേക്കും. 2 ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നയിടത്ത് ഒരു ഈഴവ സ്ഥാനാർത്ഥി എത്തുന്നതോടെ ആ സമുദായത്തിന്റെ വോട്ടുകൾ തുഷാറിന് ലഭിച്ചേക്കാം. 17% വോട്ടാണ് കഴിഞ്ഞ തവണ PC തോമസ് ഇവിടെ നേടിയത്. കോട്ടയത്തെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 5ലും UDF ആണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. CPMന്റെ VM വാസവനെ തോൽപ്പിച്ചാണ് അന്നത്തെ UDF സ്ഥാനാർത്ഥി ചാഴിക്കാടൻ വിജയിച്ചത്. മണ്ഡലത്തിൽ CPMന് ഉറപ്പുള്ള 3 ലക്ഷത്തോളം വോട്ടുകളാണുള്ളത്. അതിനൊപ്പം കേരള കോൺഗ്രസ് സ്വാധീനം കൂടിയാകുമ്പോൾ വിജയിക്കാമെന്ന കണക്കുകൂട്ടലാണ് LDFിനുള്ളത്. വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ചുവരെഴുത്തുകളും LDF സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ നടത്തി കഴിഞ്ഞു. ഇതെല്ലാം അനുകൂലമായി വരുമെന്ന വിലയിരുത്തലാണ് LDFിനുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 46% തോമസ് ചാഴിക്കാടന് ലഭിച്ച വോട്ട് വിഹിതം. വാസവന് 34% വോട്ടും ലഭിച്ചു. കേരള കോൺഗ്രസിന്റെ തലതൊട്ടപ്പൻ എന്ന് വിശേഷിപ്പിക്കുന്ന സാക്ഷാൽ PT ചാക്കോയുടെ മകനായ PC തോമസിനോട് തന്നെയായിരുന്നു കത്തോലിക്ക സഭയ്ക്ക് എന്നും അടുപ്പക്കൂടുതൽ. മുന്നണികൾ ചാടിക്കടന്ന് അതേ PC തോമസ് ഇന്ന് ജോസഫ് ഗ്രൂപ്പിനൊപ്പമാണ്. അതും വോട്ടാക്കി മാറ്റാമെന്ന പ്രതീക്ഷയിലാണ് UDF. 2 ചിഹ്നം എന്ന വികാരവും ജില്ലയിൽ നിന്ന് തന്നെയുള്ള സ്ഥാനാർത്ഥി എന്ന പ്രചരണവുമൊക്കെയാണ് മാണി ഗ്രൂപ്പിന്റെ ആദ്യഘട്ട പ്രചാരണത്തിന് കരുത്തു പകരുന്നത്. KM മാണി രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന നേതാവെന്ന സ്വീകാര്യത തോമസ് ചാഴിക്കാടനും കേരള കോൺഗ്രസിന്റെ സ്ഥാപകരിൽ ഒരാളായ KM ജോർജിന്റെ മകൻ എന്ന ഖ്യാതി ഫ്രാൻസിസ് ജോർജിനും മത്സരരംഗത്ത് കരുത്തുള്ള വിലാസം നൽകുന്നതാണ്. റോമൻ കത്തോലിക്കക്കാർക്ക് പിന്നാലെ ഈഴവർക്കും നായർക്കും തുല്യ പ്രാധാന്യമുള്ള മണ്ഡലം കൂടിയാണ് കോട്ടയം. ഇവിടേക്ക് NDA സ്ഥാനാർത്ഥിയായി BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളി എത്തുന്നത് NDAക്ക് കരുത്തു പകരും എന്നാണ് കണക്കുകൂട്ടൽ.